ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പവിത്രം സീരിയൽ അവസാനിക്കുകയാണ് എന്നുള്ളൊരു ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം വരുന്നുണ്ടോന്നും കൂടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. സത്യമാണോന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇതിൽ കാണിച്ചിട്ടുള്ളത് ശ്രീകാന്തും ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടിയിട്ട് ഇവരിങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒപ്പിടാനായിട്ട്. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഒപ്പിടില്ല എന്ന് പറയുകയാണ്. ഇതേ സമയം സേതു ആണെന്നുണ്ടെങ്കിൽ തൻ്റെ ഒരു കൂട്ടുകാരനോട് യാത്ര പറഞ്ഞ് ഇറങ്ങണം. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ തണ്ണീർമലയിലുണ്ട്, അവനൊന്ന് കണ്ടിട്ട് വേണം പോകാൻ എന്ന് പറയുമ്പോൾ അവിടേക്കുള്ള വഴികളൊക്കെ പടച്ചിരിക്കുകയാണ്. എന്നാലും ഞാൻ ഒരു വഴി പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അയാൾ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേതു പറയുന്നുണ്ട് എനിക്ക് അവനൊന്ന് കണ്ടിട്ട് യാത്ര പറഞ്ഞിട്ട് വേണം പോകാൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സേതു ആണെന്നുണ്ടെങ്കിൽ തണ്ണീർമലയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് വിക്രമിനെയും വേദനയും കെട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വിക്രമിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിച്ചടിച്ചടിച്ചൊരു പരുവാക്കുന്നുണ്ട്. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഒപ്പിടരുതെന്ന് തന്നെയാണ് കേട്ടോ വേദനോട് പറയുന്നത്. ഇതേ സമയം സേതു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേദ ആണെന്നുണ്ടെങ്കിൽ വിടടാ എന്നൊക്കെ പറഞ്ഞാണ്ട് ഒച്ചയും വിളി എടുക്കുന്നുണ്ട്. പക്ഷേ ഇവർ നല്ല പോലെ വിക്രമിനെയും അതുപോലെ തന്നെ അനിയൻകുട്ടനെ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. ജോബി ഉണ്ട് കേട്ടോ വിക്രമിനെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിൽ. അങ്ങനെ ഇവരിങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത് നമ്മൾ സേതു ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണേ അവിടെ അവരുണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് ഈ ഒരു കൂട്ടം ആൾക്കാരെയും പിന്നെ ഇവർ രണ്ടുപേരെ അടിക്കുന്നതൊക്കെ കാണുന്നത്. അപ്പോഴേക്കും വേഗം തന്നെ സേതു വണ്ടി എടുത്തിട്ട് അയരും മലരും മുകളിലേക്ക് കയറി വരികയാണ്. അങ്ങനെ വിക്രമിനെ അടിക്കുകയാണ് കേട്ടോ. കുനിച്ച് നിർത്തിയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചന്ദ്രശേഖരൻ പറയുകയാണ്, അതെ ഇവൻ ഉടുമ്പിൻ്റെ ജന്മമാണ്, ഇവൻ എന്തോരം കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിലേ ഇവന് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവന് വേദനിക്കും എന്ന് പറഞ്ഞിട്ട് അനിയൻകുട്ടൻ്റെ അടുത്തേക്ക് വരികയാണ്. അനിയൻകുട്ടനെ വാടി എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഇവര് വേദന കാറിലേക്ക് ബലമായിട്ട് പിടിച്ചു കയറ്റി കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ പിടിച്ചു കയറ്റുന്ന സമയത്ത് ആ കയറ്റുന്ന ആളെ അടിച്ചിങ്ങായിട്ട് ദൂരത്തേക്ക് തെറിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ സേതു വന്നിട്ട്. അപ്പോഴേക്കും വേദ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. പക്ഷേ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വേദന പിടിച്ചു വലിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്തിനെ സേതു അടിച്ച് ഓടിക്കുന്നുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ വേദ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ജോബി വന്ന് പിടിക്കാൻ കേട്ടോ. അപ്പോൾ കിട്ടി വന്ന ജോബിക്ക് മുഖത്തേക്ക് തന്നെ നല്ലൊരു അടി കൊടുത്തിട്ട് വേദ ഓടി പോകാൻ കേട്ടോ വിക്രമിൻ്റെ അടുത്തേക്ക്. വിക്രമിനെ കെട്ടഴിക്കുന്നുണ്ട്. വിക്രമിനെ കെട്ടഴിച്ച് വിട്ടതിന് ശേഷം അനിയൻകുട്ടനെ കെട്ടഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് സേതു ആണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും നല്ല രീതിക്ക് തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമിനെ കെട്ടഴിച്ച ഉടനെ തന്നെ വിക്രമാണെന്നുണ്ടെങ്കിലും എല്ലാവരും അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സീനുകളൊക്കെയാണ് കേട്ടോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു സ്റ്റണ്ടൊക്കെ മേക്കിങ്ങൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു ഫിലിമിലുള്ള പോലെ തന്നെ മേക്കിങ് ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ നമുക്കാണെന്ന് വെച്ചാൽ വിക്രമൻ ഇങ്ങനെ ജയിലിൽ പോകുന്നു എന്നുള്ളൊരു ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പം ജോബി ആണെന്നുണ്ടെങ്കിൽ ജോബി ഇങ്ങനെ വിളിഞ്ഞൊന്ന് നോക്കണം കേട്ടോ. ജോബിക്ക് അടിയിലൊന്നും ചെന്ന് പെടാനുള്ള താല്പര്യമില്ല, അടി കൊള്ളാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആള് വേറൊരു സൈഡിൽ ഒളിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സേതും വിക്രമും അടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവസാനം ചന്ദ്രശേഖരന് 4 കിട്ടുന്നുണ്ട് കേട്ടോ വിക്രമിൻ്റെന്ന്. അങ്ങനെ കൈ പിടിച്ച് തിരിച്ചു പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നെയൊക്കെ ഇപ്പം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റും, പക്ഷേ നിന്നെയൊക്കെ ആൾക്കാരുടെ മുന്നിൽ തെളിവ് സഹിതം നിരത്തി നാട്ടുകാരുടെ മുന്നിൽ കുറ്റക്കാരനാക്കിയിട്ടതിന് ശേഷം നിന്നെ ഞാൻ ജയിലിലേക്ക് അയക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ വിക്രമിനൊരു തട്ടാണ് കേട്ടോ കാലുകൊണ്ട് ചന്ദ്രശേഖരൻ. അങ്ങനെ തന്നെ വിക്രം താഴത്തേക്ക് വീണ് പോകുകയാണ്. അപ്പോഴേക്കും അനിയൻകുട്ടനും വേറെ ആകെ പേടിക്കുകയാണ്. അങ്ങനെ അനിയൻകുട്ടനാണെന്നുണ്ടെങ്കിൽ തൻ്റെ ആ ഒരു വൈകല്യം പോലും മറന്നു കണ്ടിട്ട് വിക്രമിനെ പിടിക്കാനായിട്ട് മലയുടെ താഴത്തേക്ക് ഇറങ്ങാണ്. സേതു ആണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിക്രമിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട്. പക്ഷെ അനിയൻകുട്ടൻ ഇങ്ങനെ വരുമ്പോഴേക്കും ചന്ദ്രശേഖരൻ തോക്കെടുത്തിട്ട് അനിയൻകുട്ടനെ വെടിവെക്കുകയാണ് കേട്ടോ. അതൊരു ആരും പ്രതീക്ഷിക്കാത്തതാണ്. ഇവർ തോക്കുണ്ടെന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയില്ലല്ലോ. പെട്ടെന്ന് തന്നെ അലറി വിളിക്കാനിട്ട് അനിയൻകുട്ടാന്ന് പറഞ്ഞിട്ട് വിക്രം വിളിക്കുകയാണ്. വേദയാണെന്നുണ്ടെങ്കിലും അനിയൻകുട്ടാന്ന് പറഞ്ഞിട്ട് ചെവി രണ്ടും പൊത്തിങ്ങായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ വേദയ്ക്ക് ബോധം മറിഞ്ഞ് അങ്ങനെ താഴത്തേക്ക് വീണ് പോവാണ് കേട്ടോ. സേതു ആണെന്നുണ്ടെങ്കിൽ ആകെ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. അവിടെ ഈ ഒരു വെടിയുടെ ഒരു ശബ്ദത്തോടു കൂടിയിട്ട് എല്ലാവരും സ്റ്റക്കായി. വേദയാണെന്നുണ്ടെങ്കിൽ ബോധം മറിഞ്ഞ് താഴത്തേക്ക് വീണ് പോകുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഓടി വരികയാണ്. വളരെ അവിടുന്ന് ഒരു വിധത്തിന് എഴുന്നേറ്റ് ഓടി അനിയൻകുട്ടൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. വേദ എടുക്കണമ്പോൾ വേദനയും വിളിച്ച് വേദന അടുത്തേക്കും കൂടിയിട്ട് വരുന്ന സമയത്താണ് ചന്ദ്രശേഖരൻ തോക്ക് ചൂണ്ടിയിട്ട് വിക്രമിനെ അവിടെ അങ്ങനെ നിർത്താണ് കേട്ടോ. അപ്പോൾ ആകെ സ്റ്റക്കായി നിൽക്കുകയാണ്. വിക്രമിനെ ഇപ്പോൾ വെടിവെക്കുന്നുള്ള രീതിയിലായപ്പോഴേക്കും സേതു ഒരു വടി എടുത്തിട്ട് ചന്ദ്രശേഖരൻ്റെ കൈമലേക്ക് എറിയാണ്. അങ്ങനെ എറിയുന്ന വഴിക്ക് തോക്ക് താഴത്ത് വീണ് പോകും കേട്ടോ.
ആ ഒരു തക്കത്തിന് വേഗം തന്നെ വിക്രം ഇങ്ങനെ ചാടി എഴുന്നേറ്റ് വേഗം തന്നെ വേദന അടുത്തേക്ക് ഓടി പോകാൻ കേട്ടോ. ചന്ദ്രശേഖരൻ ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ട്. അങ്ങനെ വേഗം നോക്കുമ്പോൾ അനിയൻകുട്ടന് ശ്വാസമുണ്ട്. അനിയൻകുട്ടന് ശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വിക്രം പറഞ്ഞ് ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറയട്ടോ. നീ തനിച്ച് പോകണ്ട, വർഗീസേട്ടനെ കൂട്ടിക്കോളാൻ പറയാൻ കേട്ടോ. അങ്ങനെ നീ വേദന എടുത്ത് ചെല്ലി വേദന നോക്കാൻ പറഞ്ഞിട്ട് സേതു പറയൂട്ടോ. അപ്പോൾ സേതു ആണെന്നുണ്ടെങ്കിൽ അനിയൻകുട്ടനെ എടുത്തുകൊണ്ട് പോകുകയാണ്. അപ്പോൾ വേദന തട്ടി വിളിച്ചിട്ട് വേദ എന്ന് പറഞ്ഞ് വിളിക്കുക. അനിയൻകുട്ടന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വേദനയും കൂടിയിട്ട് താങ്ങി പിടിച്ച് ആ ജീപ്പിൽ കയറ്റി കൊടുത്ത് അങ്ങനെ അവരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അതിനുശേഷം വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ ആ തോക്ക് കിടക്കണ കാണാണ്. അങ്ങനെ വേഗം തന്നെ വിക്രം ചെന്നിട്ട് ആ ഒരു തോക്ക് എടുത്തും കണ്ട് തൻ്റെ ബാക്കിൽ ഇങ്ങനെ വെക്കുകയാണ്. അതിന് ശേഷം നേരെ കാട്ടിലേക്ക് പോകാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ജോബി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ജോബി വേഗം തന്നെ ജോബിയുടെ ഒരു പോലീസുകാരുണ്ടല്ലോ, ഒരു കൂട്ടുകാരൻ, അയാളെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ വിക്രമ ആ കൂടെ ഉണ്ടായിരുന്ന അനിയൻകുട്ടൻ എന്ന് പറഞ്ഞ ഒരു ചെക്കനെ കൊന്നു. ഇനി ഇവരെ കൂടെ ഉണ്ടായിരുന്ന വേറെ 2 ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇതേ ഇപ്പൊ പോകുന്നുണ്ട് തോക്കൊക്കെ എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കള്ളം പറയാണ് കേട്ടോ. അങ്ങനെ വേഗം തന്നെ സാറിങ്ങോട്ട് വായെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ കാട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തും ചന്ദ്രശേഖരനും ഒളിച്ച് നിൽക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ കാണിച്ചതിന് ശേഷം ബാക്കിൽ കൂടെ ശ്രീകാന്ത് വരികയാണ്. ഒരു വലിയ വടി ഉണ്ടായിരുന്നു ശ്രീകാന്തിൻ്റെ കയ്യിൽ. ശ്രീകാന്ത് വിക്രമിന് തലക്കിട്ട് ഒരൊറ്റടി കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു അടിയിൽ തന്നെ വിക്രം വീണ് പോകാണ്. അതിൻ്റെ മുകളിൽ കൂടെ ചന്ദ്രശേഖരും ശ്രീകാന്തും അങ്ങനെ 3 പേരും കൂടി കെട്ടി മറിഞ്ഞിട്ട് നീ എന്ത് വിചാരിച്ചടാ, നീക്ക് ആ സ്വത്തുക്കളൊക്കെ അനുഭവിച്ച് സുഖിച്ച് ജീവിക്കാന്നാണ് വിചാരിച്ചത്, നിന്നെ തേടി വന്നതാടാ ഞാൻ, നിന്നെ മാത്രമല്ലടാ അവളെ ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാണ് കേട്ടോ. എന്നിട്ട് എന്തുണ്ടായടാ, എന്ത് നടന്നു എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നിന്റെ കൂടെ ഉണ്ടായിരുന്നവനുണ്ടല്ലോ അനിയൻകുട്ടൻ, അവൻ തീർന്നില്ലേ, ഇനി നീയും തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവസാനം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവാണ് കേട്ടോ. ചന്ദ്രശേഖരൻ നല്ല അടി കിട്ടുന്നുണ്ട് കേട്ടോ വിക്രമിൻ്റെന്ന്, അടിച്ച് ഒരു വിധാക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രശേഖരനെ തള്ളി ഒരു സ്ഥലത്തേക്ക് ഇടും കേട്ടോ. ചന്ദ്രശേഖരൻ ഇങ്ങനെ കമന്ന് വീഴുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് അയ്യോ അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് ഓടി വന്നിട്ട് വിക്രമിനെ അടിക്കുകയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്റ്റണ്ടാണ് കേട്ടോ വിക്രമും ശ്രീകാന്തും. കാരണം അവർക്ക് തോക്കുണ്ടല്ലോ കയ്യിൽ. ഈ സമയത്ത് പോലീസുകാർ അവിടേക്ക് വരികയാണ് കേട്ടോ. ജോബി ആണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ പിന്നിൽ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ജോബി ഓടി പോലീസുകാരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, സാറേ അവിടെ ഉണ്ട്, അവനിപ്പോൾ അവരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ പോലീസുകാർ ആ ഭാഗത്തേക്ക് ഓടുകയാണ്. ഈ സമയത്ത് ശ്രീകാന്തും നമ്മളെ വിക്രമും കൂടിയിട്ട് അതിൽ തോക്ക് വെച്ചിട്ട് ഇങ്ങനെ പിടിയും വലിയും ഇങ്ങനെ കൂടുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ചന്ദ്രശേഖരൻ ഇത് കാണാൻ കേട്ടോ. ചന്ദ്രശേഖരൻ ഒരു കല്ലെടുത്തും കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് എറിയുമ്പോൾ വിക്രമിൻ്റെ തലയ്ക്ക് കൊള്ളാണ്. അങ്ങനെ ആ തോക്ക് ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട്. പക്ഷെ തോക്ക് വിക്രം തന്നെ വീണ്ടും എടുക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് ആണെന്നുള്ള തോക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കിട്ടിയത് വിക്രമിന് തന്നെയാണ്. അപ്പോൾ ശ്രീകാന്തിന് ഇങ്ങനെ നേരെ ചൂണ്ടി കാണിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ശ്രീകാന്ത് നമ്മളെ ചന്ദ്രശേഖരൻ വീണ്ടും വന്നുകാണ്ട് ഒരു കല്ലൊക്കെ എടുത്ത് എറിഞ്ഞാണ്ട് വിക്രമിനെ വീഴ്ത്താണ്. അപ്പോഴേക്കും ഈ ശ്രീകാന്തും നമ്മളെ വിക്രമും കൂടിയിട്ട് പിടിയും വലിയാവാണ്. തോക്കിന് വേണ്ടിയിട്ട് പിടിയും വലിയാവുമ്പോൾ 2-3 വെടി മുകളിലേക്ക് ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. മുകളിലേക്ക് പൊട്ടിപ്പോകുന്നുണ്ട്. അവസാനം ഇങ്ങനെ ശ്രീകാന്ത് വിക്രമിൻ്റെ നേരെ തിരിക്കും, വിക്രം ശ്രീകാന്തിൻ്റെ നേരെ തിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലാസ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ തിരിച്ചൊരു വെടി പൊട്ടണത്. അത് നേരെ ചെന്ന് കൊള്ളുന്ന ചന്ദ്രശേഖരനാണ് കേട്ടോ. ശ്രീകാന്തും വിക്രമും ഒരുപോലെ ഞെട്ടിപ്പോകാണ് കേട്ടോ. അപ്പോൾ അയ്യോ അച്ഛാ എന്ന് പറഞ്ഞങ്ങാണ്ട് 2 കൈയും കൂടെ തലയ്ക്ക് വെച്ചിങ്ങാണ്ട് ശ്രീകാന്ത് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു നിൽക്കുകയാണ് കേട്ടോ. കാരണം ചന്ദ്രശേഖരൻ ഒരു വെടി കൊണ്ട് താഴ്ത്ത് വീണ് ഉരുണ്ട് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഒരു ഷോക്കിൽ വിക്രമും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വിക്രമ അങ്ങനെ അറിഞ്ഞുകൊണ്ടല്ല വിക്രമ ചെയ്തത്. പക്ഷേ ശ്രീകാന്തിൻ്റെ നേരേക്ക് തോക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ പോലീസുകാർ വരികയാണ് കേട്ടോ. അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് തോക്ക് താടാന്ന് പറഞ്ഞിട്ട്, സാറേ ഞാനല്ല എന്ന് പറയുമ്പോഴേക്കും തോക്ക് വെക്കടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോക്ക് വെപ്പിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം വിക്രമിനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാണ്. അമ്മായിച്ച മരിച്ച് ഉള്ള ഒരു ദുഃഖമൊക്കെ ശ്രീകാന്ത് ആ സമയത്ത് മറക്കാണ്. കാരണം വിക്രമിനെ ജയിലിലേക്ക് കൊണ്ടുപോകല്ലേ. അപ്പോൾ വിക്രം ഇങ്ങനെ പോകുന്നത് നോക്കിയിട്ട് ശ്രീകാന്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ വേദന ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ മേരി ചേച്ചി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ബോധം വന്ന് വേദ ചോദിക്കുന്നുണ്ട്, മേരി ചേച്ചി വിക്രം എവിടെ, വിക്രം വരും മോളെ എന്ന് പറയട്ടോ. അപ്പോൾ അനിയൻകുട്ടൻ കുഴപ്പമൊന്നുമില്ല, അനിയൻകുട്ടൻ അവിടെ ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോഴേക്കും വർഗീസ് ഏട്ടൻ വരികയാണ് കേട്ടോ. വർഗീസ് വന്നിട്ട് മേരി വായു അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയട്ടോ. ഇപ്പോൾ വരാട്ടോ മോളെ എന്ന് പറഞ്ഞിട്ട് മേരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ വേറൊരു റൂമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛനും ഉണ്ട്, നമ്മുടെ സേതു ഉണ്ട് കേട്ടോ, വർഗീസും മേരിയും.
അതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത് അനിയൻകുട്ടൻ മരിച്ചു കിടക്കുന്നത്. അപ്പോൾ സേതു അച്ഛനോട് പറയാണ് കൊണ്ടുവരുമ്പോൾ ശ്വാസം ഉണ്ടായി അച്ഛോ, പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് നിന്നിങ്ങായിട്ട് നേരെ അനിയൻകുട്ടൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നത് അങ്ങനെ അനിയൻകുട്ടൻ്റെ ആ ഒരു വെള്ള തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് അച്ഛൻ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അതിന് ശേഷം പറയുന്നുണ്ട് മതം ഏതായാലും ജന്മം നൽകിയവൻ നമ്മളെ ദൈവം തന്നെ, എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്നുള്ള രീതിയിലൊക്കെ ആൾ സംസാരിച്ചിങ്ങോട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡോക്ടർ വരികയാണ് കേട്ടോ വേദന അടുത്തേക്ക്. വേദാവിക്രം അല്ലേന്ന് ചോദിക്കേണ്ട. അതേ ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡ് എന്ന് പറയുമ്പോഴേക്കും എന്തായാലും രണ്ടുപേരോടും കൂടെ പറയേണ്ട വിശേഷമാണ്, എന്തായാലും സസ്പെൻസ് ആക്കി വയ്ക്കുന്നൊന്നുമില്ല, കൺഗ്രാസ് എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, വേദ ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഒരു വിവരം അറിയിക്കുകയാണ് കേട്ടോ. വേദ അത് കെട്ടിയിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരോടും കൂടി പറയേണ്ടതാണ്, പക്ഷേ ആളില്ലാത്തതുകൊണ്ട് വേദനയോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. വേദ ഒരു നിമിഷം ഒന്ന് സ്റ്റെക്കായി നിൽക്കുകയാണ്. അതിന് ശേഷം തൻ്റെ വയറുമ്പോൾ ഇങ്ങനെ കൈവച്ചങ്ങാട്ട് ഇങ്ങനെ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും അറിയില്ല, പെട്ടെന്ന് തന്നെ വേദ പൊട്ടിക്കരഞ്ഞു പോകുകയാണ് കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് പ്രമോണ് കാണിച്ചിട്ടുള്ളത്. പ്രമോല് വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാണ്. കമലാമ്മയും മാഷും വിശ്വനും എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷെ ഇവരൊന്നും കാണാതെ ഒളിച്ച് ഒരു ഭാഗത്ത് മറയത്ത് നിൽക്കുകയാണ് കേട്ടോ. വേദ തലയിലൊക്കെ ഇങ്ങനെ തട്ടം വെച്ചിട്ട് ഇങ്ങനെ മറയത്ത് നിൽക്കുകയാണ്. കാരണം വേദ അവരുടെ മുന്നിൽ വന്നിട്ടില്ല. അതിനെ അറസ്റ്റ് ചെയ്ത് വിക്രമിനെ കൊണ്ടുവരുമ്പോൾ അവിടെ കോടതിയുടെ മുന്നിൽ വെച്ചിട്ട് എല്ലാവരും ഉണ്ട്. നമ്മുടെ പത്മം, ശങ്കരനാരായണൻ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും നോക്കിയിരിക്കലെയാണ് ഈ വിക്രമിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്, വിചാരണയും അങ്ങനെയുള്ള കാര്യങ്ങളും അതൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. വേദയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വേദ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എല്ലാ അവകാശങ്ങളും ആ മനുഷ്യൻ്റെ കുഞ്ഞിന് തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശങ്കരനാരായണൻ വിക്രമിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. ശ്രീനു സാറും എല്ലാവരും ഉണ്ട്. അപ്പോൾ വിക്രം ജയിലിലേക്ക് പോകാണ്. വേദ ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. ചന്ദ്രശേഖരനെ കൊന്നതുകൊണ്ട് തന്നെ ദർശൻ വളരെയധികം ദേഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് വിക്രമിനെ നോക്കുന്നത്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ മാറി നിന്ന് കരയുന്നുണ്ട്. വേദ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വിക്രമിൻ്റെ കുഞ്ഞിന് തന്നെ എല്ലാ അവകാശങ്ങളും വന്ന് ചേരും. അപ്പോൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് വേദ ഒരാൾക്കും വിട്ടുകൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദ ഇനി മറിഞ്ഞു നിൽക്കാനാണ് സാധ്യത. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത് കേട്ടോ.